പഴയ പത്തിരി പ്രസ്സിൻ്റെ ഷീറ്റ് മാറ്റി ഒട്ടിക്കാൻ നിങ്ങൾക്ക് പഠിക്കണ്ടേ? വീഡിയോ മുഴുവനായി കാണട്ടോ. നല്ല പശ, PVC ഷീറ്റ്, പത്തിരി ഷീറ്റ് കടകളിൽ നിന്ന് കിട്ടും. ഇത് രണ്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് തന്നെ ഇത് ഒട്ടിക്കാം. മെഹറിൻ ചെറി പിക്ക് എന്ന എൻ്റെ യൂട്യൂബ് ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യൂ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യൂ. ഇത് ഒട്ടിക്കാൻ വേണ്ടി നല്ലൊരു കത്തി അല്ലെങ്കിൽ പേപ്പർ, പിന്നെ നല്ലൊരു കോട്ടൺ തുണി, ഇത് മൂന്നും അത്യാവശ്യമാണ്. പിന്നെ ഹാൻഡ് മോട്ടർ ഉള്ളവർക്ക് സിമ്പിളാട്ടോ. ടൈൽ ഉരുട്ടണ, പോളിഷ് ചെയ്യണ ആ ഒരു മോട്ടർ ഉണ്ടെന്നുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ ചെയ്യാം. എനിക്കതില്ല, ഞാനൊരു 10 വർഷമായിട്ട് ഇങ്ങനെ ചെയ്യാറ്. കത്തിയെ നല്ല ചെരിച്ചിട്ട് അതിന് കട്ടിയുള്ള പശ മൊത്തം വരുത്തി കളയാം. ഒരു തരി പശ പോലും പഴയ പശ പാടില്ല. പ്രസ്സിന്മേ നന്നായിട്ട് അതിൻ്റെ വക്ക് ഒക്കെ ക്ലിയറാക്കുക. ഞാൻ ഉപയോഗിക്കുന്ന പശ ഇതാണ്, ഫെവിക്കോളിൻ്റെ ഹീറ്റക്സ്. ഫെവിക്കോൾ SR ഞാൻ ഉപയോഗിക്കും. ഒരു പ്രസ്സേ ഒട്ടിക്കാനുള്ളൂ എന്നുണ്ടെങ്കിൽ ഫെവിക്വിക്ക് എന്ന് പറഞ്ഞ ചെറിയൊരു ബോട്ടിലുണ്ട്, എല്ലാ കടയിലും ഉണ്ടാവും ചെറിയൊരു ബോട്ടിൽ. സൂപ്പർ ഗ്ലൂ മേടിക്കരുത് കേട്ടോ, അത് ഷീറ്റ് പൊട്ടും. പശ ഞാൻ എടുക്കുന്നത് ആ ഡപ്പയുടെ അടപ്പിൽ തന്നെ ചെരിച്ച് പിടിച്ച് കുറച്ച് പശ അയിമാക്കും. എന്നിട്ട് എൻ്റെ കയ്യിലൊന്നും തട്ടാതെയാണ് അയിമ തേക്കുന്നത്. അതിൻ്റെ വക്ക് ഭാഗങ്ങളിലൊക്കെ കറക്റ്റ് പശ നന്നായിട്ട് തേക്കണം. പശ കുറച്ച് മതി, പക്ഷെ എല്ലായിടത്തും ആ പശ ആയി കിട്ടണം. കാരണം വക്കിൽ എന്തെങ്കിലും ഒരു ക്യാപ്പ് വന്നു കഴിഞ്ഞാൽ അതിൽ കൂടെ വെള്ളം, എണ്ണൊക്കെ കയറിയിട്ടാണ് ഈ ഷീറ്റ് പെട്ടെന്ന് പോരുന്നത്. ഷീറ്റ് അതിൻ്റെ സെൻറ്റർ ഭാഗത്ത് വെച്ചതിന് ശേഷം നന്നായിട്ട് അടിച്ചമർത്തണം. നമ്മുടെ കയ്യിൽ അഴുക്കൊന്നും പാടില്ല. അപ്പോൾ നേരത്തെ പത്തിരി പ്രസ് വൃത്തിയാക്കിയതിന് ശേഷം, കൈ വൃത്തിയാക്കിയതിന് ശേഷമാണ് അത് ഒട്ടിക്കാൻ പാടുള്ളൂ. അടിച്ചമർത്തിയതിന് ശേഷം ഒരു വിരൽ വെച്ചിട്ട് നന്നായിട്ട് മറ്റേ വിരൽ കൊണ്ട് നീക്കി കൊടുക്കുക. എവിടെയും ഒരു ബബിൾസോ ഒരു അടിയിലൊരു കരട് കുടുങ്ങിയതിൻ്റെ അതിനൊന്നും പാടില്ല. നന്നായിട്ട് സൈഡൊക്കെ നല്ല അമർത്തി കൊടുക്കുക. പെട്ടെന്ന് ചെയ്യണം, കാരണം അതിൻ്റെ പശ പെട്ടെന്ന് ഉണങ്ങി കിട്ടുന്നതാണ്. ഒരു സൈഡ് നന്നായി ഫിനിഷിങ്ങായി ഒട്ടിച്ചതിന് ശേഷം ഇനി മറ്റേ സൈഡ് ഒട്ടിക്കാം. ഇനി ആ സൈഡ് ഒട്ടിക്കുമ്പോൾ അതിൻ്റെ ഹാൻഡിൽ പിടിക്കണം, അല്ലെങ്കിൽ ഹാൻഡിൽ ഊരി വെക്കാം. ഇതുപോലെ ഹാൻഡിൽ ഷീറ്റുമ്മ തട്ടണ പ്രസ് എടുക്കരുത് കേട്ടോ. കാരണം ഈ ഷീറ്റുമ്മക്ക് ഹാൻഡിൽ പെട്ടെന്ന് വീണ ഷീറ്റ് കംപ്ലൈൻ്റ് ആവും. ചപ്പാത്തിയും പൂരി എന്തുണ്ടാക്കുമ്പോഴും വീണ് കഴിഞ്ഞാൽ അതും കംപ്ലൈൻ്റ് ആവും. അപ്പോൾ എടുക്കുമ്പോൾ കുറച്ച് ക്യാപ്പിട്ട് നിൽക്കണ ഹാൻഡിലുള്ള പ്രസ് എടുക്കാൻ നോക്കുക. നല്ല വിടവില്ലാത്ത നല്ല പ്രസ് നോക്കി എടുക്കുക. പശ അധികമാവരുത് കേട്ടോ. പശ അധികമായാലും ഷീറ്റ് വേഗം പൊള്ളക്കും. എല്ലായിടത്തും പശ നന്നായിട്ട് ആവണം. ഇത് ചെറിയ പ്രസ്സാണ്, ഇതിൻ്റെ ഷീറ്റ് വലുതാവും, പ്രസ് ചെറുതാവും. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ രണ്ട് സൈഡും കട്ട് ചെയ്തിട്ട് ഒട്ടിക്കാൻ നോക്കട്ടോ. എനിക്ക് നോമ്പാവണതിന് മുന്നേ ഒരു 10-20 പ്രസ്സോളം അങ്ങനെ ഒട്ടിക്കാൻ കിട്ടലുണ്ട്. അപ്പോൾ കുറച്ച് സമയം എടുത്തിട്ട് അതൊക്കെ ചെയ്യണം. 1 മണിക്കൂറോളം ഒരു പ്രസ്സിന് ഒട്ടിക്കാൻ സമയം വരും. പക്ഷെ ഞാൻ നിങ്ങൾക്ക് 5 മിനിറ്റ് കൊണ്ട് ഈ വീഡിയോ ഞാൻ ഫുള്ളാക്കി തരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഇപ്പോൾ മനസ്സിലായല്ലോ ഷീറ്റ് ഒട്ടിക്കുന്നതിൻ്റെ രീതി. നമുക്ക് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, ആർക്കും ഒട്ടിക്കാൻ പറ്റും. ഈ പശ തേച്ചതിന് ശേഷം ആ ഷീറ്റ് അയമ അമർത്തുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. ഒരു വിരൽ അയമ അമർത്തി പിടിച്ചിട്ട് വേണം മറ്റു വിരലുകൊണ്ട് അതിൻ്റെ ബബിൾസൊക്കെ കളയാൻ. അല്ലെങ്കിൽ നമ്മൾ നീക്കുമ്പോൾ ചിലപ്പോൾ ഈ പശ കൂടിപ്പോയ ഷീറ്റ് നീങ്ങിപ്പോവും. അതും കൂടി ശ്രദ്ധിക്കണം. ഒട്ടിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ വെയിറ്റുള്ള എന്തെങ്കിലും പ്രസ്സിൻ്റെ മീതെ കയറ്റി വെക്കണം. ഇഞ്ചിക്കല്ലോ അമ്മിക്കല്ലോ അല്ലെങ്കിൽ നമ്മൾ കട്ടലിൻ്റെ കാലിലെ ഇരിക്കുന്ന സീറ്റിൻ്റെ താഴെ ഇതിലേലും വെയിറ്റ് ഇതുമ്പോൾ കയറ്റി വെക്കണം, നന്നായിട്ട് ഒട്ടാൻ വേണ്ടിയിട്ട്. അതിൻ്റെ പിറ്റേഴ്സാണ് ഇതുമാതിരി കത്തി കൊണ്ട് അതിൻ്റെ സൈഡ് കട്ട് ചെയ്യേണ്ടത്. കാരണം പ്രസ് ചെറുതും ഷീറ്റ് വലുതാവും. പ്രസ്സിനനുസരിച്ചുള്ള ഷീറ്റ് നമുക്ക് കിട്ടിയെന്ന് വരില്ല. അപ്പോൾ അതേമാതിരി ഇപ്പോൾ ഞാൻ നേരത്തെ പത്തിരി പ്രസ് വൃത്തിയാക്കി ആ കത്തി കൊണ്ട് തന്നെയാണ് ഇത് ചെയ്യണത്. കത്തിയുടെ മൂർച്ച ഒരിക്കലും കുറയൊന്നുമില്ല. നല്ല രീതിയിൽ ശ്രദ്ധിച്ച് കട്ട് ചെയ്യാൻ പറ്റും. ഒരു കത്തി കൊണ്ട് തന്നെയാണ് ഈ സൈഡൊക്കെ ഞാൻ കട്ട് ചെയ്തത് കേട്ടോ. അപ്പോൾ ഈ പ്രസ്സിൻ്റെ ഷീറ്റ് ഒട്ടിക്കൽ വൃത്തിയായി കിട്ടി. ഈ പ്രസ് ഒട്ടിക്കണതിന് മുന്നേ നിങ്ങൾക്ക് പുതിയ പ്രസ് മാതിരി ആക്കണം എന്നുണ്ടെങ്കിൽ
അതിൻ്റെ പുറത്തെ പെയിൻ്റൊക്കെ ഒരു പേപ്പർ കൊണ്ട് ഒരതി കളഞ്ഞ് ഒരു 100-120 ഉറുപ്പിയുള്ള ഒരു സ്പ്രേ ബോട്ടിൽ കിട്ടും. അതുകൊണ്ടൊന്ന് സ്പ്രേ ചെയ്ത് പെയിൻ്റ് അടിച്ച് കഴിഞ്ഞാൽ പുതിയ പ്രസ് തന്നെ. ഇപ്പോൾ ഇത് ഈ ഷീറ്റ് പുതിയത് ഒട്ടിച്ചതിൻ്റെ ശേഷം ഉപയോഗിക്കുമ്പോൾ നമുക്കൊരു പുതിയ പ്രസ് ഉപയോഗിക്കുന്ന ഒരു ഫീൽ കിട്ടും. വീണ്ടും കാണാം നിങ്ങൾക്ക് ഉപകരിക്കുന്ന വീഡിയോയുമായി.